സർ കള്ളമുട്ടാപ്പി ജയിലിൽ ചാടി. മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ഓടിത്തള്ളണ്ടാ കുട്ടാപ്പി, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. CP+ Advanced AI Surveillance Solutions built with CTC technology. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. സാർ IPS ആണല്ലേ? IPS അല്ല, CP+. മലയാറ്റൂർ കുരിശുമുടിയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തീർത്ഥാടനം നടത്തി. സീറോ മലബാർ സഭ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മലയാറ്റൂർ കുരിശുമുടിയിൽ തീർത്ഥാടനം നടത്തി. രാവിലെ 6 മണിയോടെ അടിവാരത്ത് എത്തിയ മേജർ ആർച്ച് ബിഷപ്പിനെ റോജിയം ജോൺ MLA, കൈകാരന്മാരായ ജോർലി ഇരത്തറ, ആബേൽ കപ്പ്യാരുകുടിയിൽ, ടിനു തറയിൽ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. മാർ തോമസ് ശ്ലീഹായുടെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷമാണ് മലക്കയറ്റം ആരംഭിച്ചത്. യേശുവിന്റെ പീഡാനുഭവ സഹനത്തിന്റെ 14 സ്ഥലങ്ങളിലും പ്രാർത്ഥന നടത്തിയും ജപമാല ചൊല്ലിയുമാണ് മല കയറിയത്. കുരിശുമുടിയിലെത്തിയ ബിഷപ്പിനെ കുരിശുമുടി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ആന്റണി നടുവത്തുശ്ശേരി സ്വീകരിച്ചു. തുടർന്ന് കുരിശുമുടി പള്ളിയിൽ പ്രാർത്ഥന നടത്തി. പൊൻകുരിശും മാർ തോമസ് ശ്ലീഹായുടെ കാൽപാദവും ബിഷപ്പ് വണങ്ങി. ബിഷപ്പിനെ കണ്ട വിശ്വാസികൾ അടുത്തു വരികയും അവരെ ബിഷപ്പ് ആശീർവദിക്കുകയും വിശ്വാസികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. തിരിച്ചിറങ്ങുമ്പോൾ കുരിശുമുടിയിൽ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ട ബിഷപ്പ് അവരുമായി സൗഹൃദം പങ്കുവെക്കുകയും അവർക്കായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സീറോ മലബാർ സഭയിലെ വൈദികരും സിസ്റ്റർമാരും ബിഷപ്പിനോടൊപ്പം ഉണ്ടായിരുന്നു. 2019 ബിഷപ്പ് അവസാനമായി കുരിശുമുടിയിൽ തീർത്ഥാടനം നടത്തിയത്. തോമസ് ശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള മലയാറ്റൂരിലെ കുരിശുമുടിയിലെ ഈ നോമ്പുകാലത്ത് തീർത്ഥാടനമായിട്ട് വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. തോമസ് ശ്ലീഹ നമുക്ക് നൽകിയ വലിയ പാഠങ്ങളുണ്ട്. നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാം. നമ്മുടെ വിശ്വാസം ത്യാഗവും സഹനവും നിറഞ്ഞതാണ്. അതിലെല്ലാം തോമസ് ശ്ലീഹായുടെ മുദ്രയുണ്ട്. അവൻ്റെ കൂടെ പോയി മരിക്കാൻ. നീ എവിടേക്കാണ് പോകുന്നത് അറിയാൻ പാടില്ല. അങ്ങോട്ടുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പഠിച്ച വലിയൊരു ദർശനമുണ്ട്. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. പക്ഷെ തോമസ് ശ്ലീഹയെ ഓർമ്മിക്കുമ്പോൾ വഴിയിൽ തെറ്റാതെ ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തോമസ് ശ്ലീഹായുടെ മക്കൾ ഭാരതം മുഴുവൻ വ്യാപിച്ചു. ഇന്ന് ഭാരതത്തിന് പുറത്തേക്ക് നമ്മൾ വ്യാപിച്ചു. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 4 രൂപതകൾ. ന്യൂസ് ബ്യൂറോ, മലയാറ്റൂർ.